ഏഷ്യാനെറ്റിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്ത് സാബുവും നമ്മുടെ ശ്വേതാമേനോനും ഒക്കെ പിരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ടാസ്ക് കഴിഞ്ഞു, വോട്ടർ ടാസ്കിനാണ് അവർ വന്നത്. അവർ പിരിഞ്ഞു പോകുന്നു. ഇനി പുതിയ ആൾക്കാർ അടുത്ത ടാസ്കിൽ എത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ആ രത്നം ആരുടെയും കൈവശം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്. പലരും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. അത് നമ്മുടെ ജിൻഡോയെ ഏൽപ്പിച്ചു ശ്വേതാമേനോൻ. അത് ശ്വേതാമേനോൻ പോകുന്നിടം വരെ ജിൻഡോ കാത്ത് സൂക്ഷിച്ചു, ആർക്കും വിട്ടുകൊടുത്തില്ല. അതിനുശേഷം അത് സാബു കൈക്കലാക്കുന്നുണ്ട്. ബിഗ് ബോസിനോട് സാബു പറയുന്നുണ്ട് അത് എൻ്റെ കൈവശമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്ന്. ബിഗ് ബോസിനും അറിയാതെ ജിൻഡോയ്ക്കേ കിട്ടത്തുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെ പറ്റില്ല, എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് വെച്ചിട്ട് പോകും, അത് ആർക്കെങ്കിലും കൈ കിട്ടുന്നവർ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അതും പ്രകാരം സാബു അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഒളിപ്പിച്ച് വെച്ചത് എവിടെയാണെന്ന് ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട് സാബു. ഒരു ക്ലൂ കൊടുത്തത് ഇങ്ങനെയാണ്: തണുപ്പുള്ള പ്രദേശമാണ്, പക്ഷേ ഉള്ളിലിരുട്ടാണ് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലഷ് ടാങ്കിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അത് ബാത്റൂം തന്നെ നമ്മൾ എടുക്കും നനവ് എന്ന് കേൾക്കുമ്പോൾ, അല്ലേ? ഒരു പക്ഷേ അങ്ങനെ ആകാം. നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്, രക്തങ്ങൾ ഒളിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് അത്. അതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ എല്ലാവർക്കും കത്തുന്നത് അത് തന്നെയായിരിക്കും. ആരെങ്കിലുമൊക്കെ അവിടെ പോയി നോക്കും എന്നുള്ള ഉറപ്പാണ്. പിന്നെ വാട്ടർ ബോട്ടിലാകാം, വെള്ളം കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ നനവുണ്ട്, പക്ഷേ ഉള്ളിലിരുട്ടാണ്. ചിലവരൊക്കെ ഫ്രിഡ്ജിൻ്റെ കാര്യം പറയും. ഫ്രിഡ്ജ് എന്തുമാത്രം ശരിയാണെന്നുള്ളത്. നനവുണ്ട്, പക്ഷേ ഉള്ളിൽ ചെറിയ വെട്ടമില്ലേ, അതോ അടച്ചു കഴിയുമ്പം ഒട്ടും വെട്ടമില്ലേ? വെട്ടമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രിഡ്ജാകാൻ വഴിയില്ല, പക്ഷേ ഇതിലേതെങ്കിലും ആകാം. അതോ വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇങ്ങനൊരു ക്ലൂ കൊടുത്തിട്ടാണ് നമ്മുടെ സാബു പോകുന്നത്. അത് ആര് കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇനിയത്തെ ഏറ്റവും വലിയ ടാസ്ക്. അതാരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കട്ടെ. അതിനനുസരിച്ച് ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബൈ.